അതായത് ഇപ്പം ഞാൻ സജിനയുമായിട്ടുള്ള കാര്യം ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്, ആ സമയത്ത് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന പാട്ടുകൾ പോലും ഞാൻ കേൾക്കാറില്ല. ആ ഓർമ്മകളിൽ നിന്ന് മാറാൻ വേണ്ടി ഇപ്പം ഞങ്ങൾ കൊല്ലത്ത് ഒന്നിച്ചായിരുന്നു. ആ വെച്ച വീട്ടിൽ പോലും ഞങ്ങൾ ഒന്നിച്ച് അങ്ങോട്ട് ഞാൻ പിന്നെ പോയിട്ടില്ല. സജിന ഫിറോസ് ഡിവോഴ്സ് ആയോ? ശരിക്കും മ്യൂച്വലായതുകൊണ്ട് അതൊരു 2 വീക്സ് കൊണ്ട് നടക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഒരാൾക്കും ഒരാളുടെ ജീവിതം എന്താണെന്ന് അവർ പറയാതെ ഊഹിച്ചെടുക്കാൻ പറ്റില്ല. ഒരു സജിനയുടെ ഇതിൻ്റെ ആദ്യം വന്നിട്ട് അവരെ മോശമായി സംസാരിക്കുകയോ അതൊക്കെ വളരെ ചീപ്പാണ്. എത്രയ്ക്കാലും ഒരു സ്ത്രീയാണ്, എൻ്റെ കുഞ്ഞിൻ്റെ ഉമ്മയാണ്. അത് അവരുടെ വീഡിയോയുടെ അടി വന്നിട്ട് അവരെ തെറി വിളിക്കാൻ, അവരിട്ടുന്ന വസ്ത്രം അങ്ങനെയാണ്. വസ്ത്രമൊക്കെ അവരുടെ സ്വാതന്ത്ര്യങ്ങളാണ്. ഉദ്ഘാടനത്തിനല്ലേ ഉദ്ഘാടനത്തിന് വസ്ത്രം ഇട്ടത് അവരുടെ സ്വാതന്ത്ര്യമാണ്. മനസ്സിലായി? ഇവരുടെ വിചാരം നമ്മൾ തമ്മിൽ എന്തോ ശത്രുക്കളാണ്, അങ്ങനെ എന്തെങ്കിലും അതുകൂടെ അങ്ങ് പറഞ്ഞു. നമ്മൾ തമ്മിൽ ഒരുപാട് ശത്രുതയുണ്ട്. എനിക്ക് പിന്നെ കൊല്ലണം എനിക്ക് വിഷം വെച്ച് കൊല്ലണം. ഏറ്റവും ചിരി അടക്കാൻ പറ്റാത്തൊരു വീഡിയോ എന്തൊരു ഓർമ്മയിലുണ്ടെന്ന് ഷെയർ ചെയ്യാം. ശരിക്കും ഡേഞ്ചറസ് ബോയ്സിൽ ചിരി അടക്കാൻ പറ്റാത്ത ഒരുപാട് നിമിഷങ്ങളുണ്ട്. ആ തെറിവിളികൾ നമുക്ക് ചിരിയായിട്ട് തോന്നും. കാരണം പുതിയ ചില വെറൈറ്റി തെറികളൊക്കെ ആയിരുന്നു ചില സ്ഥലങ്ങളിൽ. ഇപ്പോൾ ഫിറോസിന് എല്ലാ ജില്ലയിലും തെറികൾ അറിയാം, എല്ലാ ജില്ലകളിലും അറിയാം. വറുകുണ്ടി മനസ്സിലായോ? ഈ ടോണുമായിരിക്കട്ടെ. അപ്പൊ അത് ഇവന്മാര് പറയുമ്പോഴൊരു സാധനം ഉണ്ടല്ലോ. നീ എന്ന് പറഞ്ഞു നോക്കെ ചുമ്മാ. അപ്പൊ ഓട്ടോക്കകത്ത് കയറി ഒറ്റ അടിക്കല്ല, ഇടിച്ച് മൂക്കിന്ന് ബ്ലഡ് വന്നു. അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. ഓ, അപ്പൊ ഇത് ഡേഞ്ചർ തന്നെയാണ്. അന്ന് ഈ പ്രാങ്ക് ചെയ്യുമ്പോ ഈ ചിരി വരത്തില്ലായിരുന്നോ? എത്രയും പ്രാവശ്യം ഞാൻ നിങ്ങൾ ആ സ്ക്രീനിൽ അന്ന് കണ്ടാൽ മതി. പലപ്പോഴും എനിക്ക് ചിരി അടക്കാൻ പോയത് ഞാൻ ഇങ്ങനെ കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന സംഭവം. ഞാൻ കണ്ടൊരു വീഡിയോ, ഇക്കയുടെ ഒരു കൂടെ ഉള്ളവർത്തൻ ഗേൾസിന്റെ പുറകെ നിൽക്കുന്നു, ഇക്ക ഇങ്ങനെ അങ്ങ് പോകുന്നു, എന്നിട്ട് ആ മറ്റവനെ പോയി കെട്ടിപ്പിടിക്കുന്നു. അതിപ്പോ കുറെ ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെയുള്ള കുറെ സാധനങ്ങളുണ്ട്. ഏറ്റവും ചിരി അടക്കാൻ പറ്റാത്തൊരു വീഡിയോ എന്തൊരു ഓർമ്മയിലുണ്ടെന്ന് ഷെയർ ചെയ്യാം. ശരിക്കും ഡേഞ്ചറസ് ബോയ്സിൽ ചിരി അടക്കാൻ പറ്റാത്ത ഒരുപാട് നിമിഷങ്ങളുണ്ട്. പിന്നെ ചിലരുടെ തെറിവിളികൾ, ചിലത് നമ്മൾ ചില കുരുത്തക്കേടുകളൊക്കെ കാണിക്കുമ്പോൾ തെറിവിളിക്കുന്നതൊക്കെ നമുക്ക് ഭയങ്കര ഓർത്ത് അത് നമുക്ക് ടെലികാസ്റ്റ് പോലും ചെയ്യാൻ പറ്റാത്ത ചില സാധനങ്ങളുണ്ടായിരുന്നു. കാരണം ആ തെറിവിളികൾ നമുക്ക് ചിരിയായിട്ട് തോന്നും. കാരണം പുതിയ ചില വെറൈറ്റി തെറികളൊക്കെ ആയിരുന്നു ചില സ്ഥലങ്ങളിൽ. ഇപ്പോൾ ഓരോ ജില്ലകളിലൊക്കെ പോവില്ലേ, ഇതൊക്കെ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. ഫിറോസിന് എല്ലാ ജില്ലയിലും തെറികൾ അറിയാം, എല്ലാ ജില്ലകളിലും അറിയാം. അപ്പോൾ അതൊക്കെ ഒരു ഇപ്പൊ എനിക്കത് പറയാൻ പറ്റില്ല അതെന്തൊക്കെയാണത്, മനസ്സിലായി? പിന്നെ എനിക്ക് ബർഗുണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരു എപ്പിസോഡ്, അതായത് ബർഗുണ്ടി, ആ എപ്പിസോഡിന് ആ ഒരു ക്യാപ്സൂളിന് ഞാൻ ഇട്ടൊരു പേരാണ് ബർഗുണ്ടി. സംഭവം എന്ന് പറയുന്നത് ബർഗുണ്ടി എന്ന് പറയുന്നത് അന്ന് ഈ ചുവപ്പ് കളർ മറ്റേ സിൽക്ക് കണക്കുള്ള ജെട്ടിയില്ലേ നമ്മുടെ ഇന്നർ ജെട്ടി, അത് ആൾക്കാരെ കൊണ്ട് ഞാൻ പരസ്യം ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ ക്യാമറ ഒക്കെ ഓപ്പൺ ആക്കി വെച്ചിട്ട് ഒരു അന്ന് ഈ ക്യാമറയൊക്കെ പുറത്ത് വെച്ച് ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ ആൾക്കാർ കൂടും. ഷൂട്ടിങ് അങ്ങനെ ഒരു വലിയൊരു ഷൂട്ടിംഗ് പോലെ ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് അസിസ്റ്റൻ്റായിട്ട് 1-2 പേരെ അവിടെ നിർത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഞാൻ ആ ഡയറക്ടർ എന്നുള്ളത്. അപ്പം ഞാനിങ്ങനെ ഒരേ വിളിച്ചിട്ട് പറയുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ ചുറ്റും ഇങ്ങനെ നിൽക്കുകയാണ്. 3 ക്യാമറയൊക്കെ ആയിരുന്നു. 3 ക്യാമറ വലിയ സെറ്റപ്പും ഒക്കെ. അത് 15 വർഷം മുമ്പുള്ള കഥയെ പറയും. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മുടെ പരസ്യത്തിന് ആളുടെ കിട്ടിയില്ലല്ലേ, ഷാറുഖ് ഖാനത്തെ ഫ്ലൈറ്റ് മിസ്സായിരുന്നു. എനിക്കിപ്പം ഞാൻ കുഴപ്പമില്ല, ആരും വേണ്ട, ഇവിടെ നിൽക്കുന്ന ഞാൻ അതേ കണക്കത്തെ ആരെങ്കിലും ഷാറുഖ് ഖാനാണ്. അപ്പം ഒരുത്തൻ അവിടെ നിൽക്കുന്നുണ്ട്. കുറേ പേര് ഞാൻ ഫയലങ്ങ് വിളിച്ചിട്ട് ഞാൻ എന്ന് പറഞ്ഞു. എന്നിട്ട് അസിസ്റ്റൻ്റ് വിളിച്ചിട്ട് ഇങ്ങനെ അവനെ കാണിച്ചിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചു. അപ്പോൾ അവനെ ചൂണ്ടിയപ്പോഴത്തേക്ക് പുള്ളി ഭയങ്കരമായിട്ട് തന്നെ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ് സാറ് വിളിക്കുന്നത്, നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പരസ്യത്തിൽ അഭിനയിക്കാൻ കിട്ടും, 5-6 ലക്ഷം രൂപയും കിട്ടും, സാറ് വലിയ ഡയറക്ടറാണ്. ഇവനങ്ങ് സംഭവമായി. അത് നിങ്ങൾ ഷാറുഖ് ഖാൻ കണക്ക് ഇരിക്കുന്ന പുള്ളിയുടെ ഇതാണ്. പുള്ളി എന്ന് പറയാ പുള്ളി ഒരു നത്തൊരാൾ, മനസ്സിലായോ? ഷാറുഖ് ഖാനെ 7ആയിട്ട് കീറിയിട്ട് ഉണക്കി എടുത്തിരിക്കുന്ന ഒരാളാണത്. പുള്ളിയെ കൊണ്ടുവന്നിട്ട് അപ്പോൾ പുള്ളിക്ക് പിന്നെ ഷാറുഖ് ഖാൻ എന്ന് പറയുമ്പോൾ പിന്നെ പുള്ളി ആ ഒരു ഇത് അതൊക്കെ നമ്മളിത് കാണണം. നമ്മളിത് ഈ പറയുന്ന കണക്ക് ഉണ്ട്. എന്നിട്ട് പുള്ളിയെ കൊണ്ട് ഈ ജെട്ടിയൊക്കെ ഇടിയിപ്പിച്ചിട്ട് സ്പോട്ടിൽ, അതായത് മേളിൽ കൂടെ അത് നമ്മൾ എഡിറ്റ് ചെയ്ത് വേറെ രീതിയിലൊക്കെ ആക്കാം. അന്ന് ഈ എഡിറ്റിംഗ് ഇതൊക്കെ ഭയങ്കര സംഭവമൊന്നുമല്ല. പണ്ടി പറഞ്ഞ് പറ്റിക്കല്ലേ ഈ മുത്തം കൊടുക്കുന്നതൊക്കെ എഡിറ്റിങ്ങിലാണെന്നൊക്കെ. അതാണ് ഈ ഇങ്ങനെ ജെട്ടിയിട്ടിട്ട് ഒരു ബനിയനുണ്ട്, അത് ഷർട്ട് ഊരിയിട്ട് തന്നെ ഇടണം. ഈ ബനിയൻ ഇട്ടിട്ട് വറുകുണ്ടി മനസ്സിലായോ? ഈ ടോണുമായിരിക്കട്ടെ. അപ്പോൾ അത് ഇവന്മാർ പറയുമ്പോഴൊരു സാധനം ഉണ്ടല്ലോ. നീ എന്ന് പറഞ്ഞു നോക്കെ ചുമ്മാ. ബർഗുണ്ടി എന്തായാലും ഞാൻ ഇത്ര കാണിച്ചു ഒന്ന് പറഞ്ഞു. എങ്ങനെ ഇത് കിട്ടുന്നു? ഇട്ട് കഴിഞ്ഞു, ബനിയനും ഇട്ട് ഇതിങ്ങനെ ബർഗുണ്ടി എന്ന് പറയാം. ഒന്നുകൂടെ ആ ഒരു ഇത് വന്നില്ല. ഈ സാധനം ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു. ആ ഒരു എന്താണ് ഒരു സെക്സി ഫീൽ വരണം. പറഞ്ഞു കൈ അവിടെ വരെ പൊണ്ടച്ച് മേളിൽ നിന്ന് വന്നാൽ മതി.
വെറുകുണ്ടി ഇങ്ങനെ നോക്ക്. വെറുകുണ്ടി ഇതേ കണക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച്. അത് എത്ര ടേക്ക് വരെ പോയിട്ടുണ്ട് ഇവനെയാ? അല്ല, അത് ടേക്കൊന്നും ഇല്ലല്ലോ, അത് ഇങ്ങനെ ഓട്ടടിക്കുക. അത് നമ്മൾ സ്ക്രിപ്റ്റോ ഇതൊന്നും അല്ലല്ലോ, നാച്ചുറലി ഉള്ള സാധനമാണ് അതൊക്കെ നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ട ഒരു കാര്യമല്ലല്ലോ. അപ്പൊ അന്ന് മുതൽ ഈ സ്പോട്ട് കൗണ്ടറിന് മെയിനാ ഫിറോസ്. അതൊക്കെ തന്നെ വരുന്ന ഒരു സാധനമല്ലേ കൗണ്ടർ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിലേ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് കമ്പനി കൂടുന്ന സമയത്ത് ഇങ്ങനെ ഒരു കൂട്ടുകാരൻ ഫിറോസിനെ പോലെ ഉണ്ടെങ്കിൽ നല്ല രസമല്ലേ? തീർച്ചയായും. 2 കൗണ്ടറൊക്കെ പറഞ്ഞ് തീർച്ചയായും. പിന്നെ അതൊരു നമുക്ക് നല്ല ഇപ്പം നമുക്കുണ്ട് സുഹൃത്തുക്കൾ, നമ്മൾ കൂട്ടത്തിലൊക്കെ കൂടുമ്പോൾ ഇപ്പം കഴിവ് കുറേയൊക്കെ എൻ്റെ വൈബ് തന്നെയുള്ള സുഹൃത്തുക്കളാണ് എൻ്റെ കൂടെ. അങ്ങനെയുള്ളവരെ ഒന്നിച്ച് ചേരുമ്പോൾ ബോധമുള്ളൂ. ഇപ്പം നമ്മൾ തമാശകളെ പറ്റി പറഞ്ഞു, പ്രാങ്ക് ഇക്കയുടെ ആ സമയത്ത് നമ്മൾ കേട്ട് ചിരിച്ചിട്ടുമുണ്ട്. ഏതൊരു സമയത്ത് അടി കിട്ടിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഉറപ്പായിട്ടില്ലേ. ഈ പിന്നെ ഡേഞ്ചറസ് ബോയ്സിൻ്റെ സമയത്ത് ഒരു എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഓട്ടോ അതായത് ഞാൻ ഓട്ടോക്കാരനായിട്ടിരിക്കുന്നു. റെയിൽവേ സ്റ്റേഷൻ്റെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിലാണ്. അപ്പോൾ ഈ ട്രെയിൻ ഇറങ്ങി വരുന്ന ഓടി വന്നിട്ട് അവർക്ക് ഓട്ടോ പിടിച്ചിട്ട് അവിടെ ഓഫീസിലോട്ട് പോകാനോ അങ്ങനെ വരുന്നവരാണ്. അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് വന്നിട്ട് എൻ്റെ അടുത്ത് അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ചേട്ടാ മിനിമം കാശ് 10 രൂപയാണ്, വണ്ടി മൂവ് ചെയ്താൽ 10 രൂപയാണ്, 10 അങ്ങനെ 20 അന്നത്തെ റേറ്റ്. ഓ ശരി എന്ന് പറയും. അപ്പോഴത്തേക്ക് ഞാനൊന്ന് ഓട്ടോ അങ്ങോട്ട് കയറ്റിയിട്ട് ഒന്ന് മൂവ് ചെയ്തിട്ട്, അയ്യോ ചേട്ടാ വണ്ടിക്ക് കംപ്ലയിൻ്റ് ആകുമെന്ന് നിർത്തും. അന്നേരം പുള്ളി അന്നേരം അടുത്ത ഹോട്ടലിൽ ഞാൻ പറഞ്ഞു, വന്ന് മിനിമം കാശ് ഞാൻ പറഞ്ഞു ആ പൈസ തന്നിട്ട് പോയാൽ മതി, മൂവ് ചെയ്താൽ ഇത് സംഭവം അങ്ങനെ പറഞ്ഞിട്ട് ഇവർക്ക് അന്നേരം പ്രൊവോക്കാവും. പ്രൊവോക്കായിട്ട് പക്ഷെ നമുക്ക് അറിയാം ഇവർ അടിക്കാൻ വരുമ്പോൾ ആ ടൈമിങ്ങിനൊക്കെ നമുക്ക് ഒഴിഞ്ഞു പോകാൻ അറിയാം. പക്ഷെ പുള്ളി പ്രതീക്ഷിക്കാതെ അടിച്ചു. പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഓട്ടോയ്ക്കകത്ത് കയറുന്ന ഒറ്റ അടിക്കല്ല, ഇടിച്ച് മൂക്കിന്ന് ബ്ലഡ് വന്നു. അങ്ങനത്തെ സംഭവം ഉണ്ടായിരുന്നു. ഡേഞ്ചർ തന്നെയാണ്. പിന്നെ വേറെ ഒരു സംഭവമുണ്ട്. മുതുവത്ത് നല്ല ഇടി കിട്ടിയ ഒരു സാധനമുണ്ട്. അതായത് ഞാനൊരു കള്ളനായിട്ട് ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിൽക്കും. അപ്പം നമ്മുടെ തന്നെ ഒരു ആർട്ടിസ്റ്റ് അവിടെ നിൽപ്പുണ്ട്. ഈ ആർട്ടിസ്റ്റിനാണ് പേഴ്സ് വെച്ചിരിക്കുന്നത്. ഈ ആർട്ടിസ്റ്റ് നേരത്തെ തന്നെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്, ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുന്ന ആരോടത്തൊക്കെ വഴി ഈ ബസ് എത്ര മണിക്ക് വരുമെന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം, അപ്പം ഞാനൊരു കള്ളനാണൊക്കെ എന്നിട്ട് ഇതാക്കി ചെയ്ത് ഒരു കൈലിയൊക്കെ എടുത്ത് ചെന്നിട്ട് ഈ നമ്മളെ ആർട്ടിസ്റ്റിൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്ന പേഴ്സ് എടുത്തുകൊണ്ട് ഓടും. അപ്പോൾ ഈ പേഴ്സ് എടുക്കുമ്പം ഈ കാണുന്നവർക്കറിയത്തില്ല, കാണുന്നവർക്കറിയത്തില്ല ഇത് നമ്മുടെ ആർട്ടിസ്റ്റാണോ എന്താണെന്നുള്ളത്. ഒരു പാവപ്പെട്ടവൻ നിൽക്കുന്നു, പേഴ്സ് എടുക്കുന്നു. അപ്പോൾ ഒരു കള്ളം വന്ന് പേഴ്സ് എടുത്തുകൊണ്ട് ഓടുന്നു. അപ്പോൾ ഞാൻ നോക്കി വെച്ചിരുന്നതെന്ന് പറഞ്ഞാൽ ഈ അടുത്ത് നിൽക്കുന്ന ഈ നമ്മുടെ ആർട്ടിസ്റ്റ് സംസാരിക്കുമല്ലോ, ഇയാൾ എന്നെ പിടിക്കുമെന്നാണ് ഞാൻ നോക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ വന്ന് പേഴ്സ് എടുത്തുകൊണ്ട് ഓടാൻ നേരത്ത് ഇത് എവിടെ നിന്നോ ദൂരെ നിന്ന് കണ്ടുവരുത്താൻ എൻ്റെ ബാക്കിൽ കൂടെ തൊട്ടിട്ട് മുഖത്തോട് ഒറ്റയടി പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പറ്റുന്ന സാധനമാണ്. ആ അടിയിൽ ഞാൻ വീണു പോയെന്നുള്ളതാണ്. അപ്പോൾ ഈ ഡേഞ്ചറസ് എന്ന പേര് പറഞ്ഞാൽ അതൊരു ഡേഞ്ചറസ് ആണ്. പിന്നെ ഈ മനഃപൂർവ്വം അടി കിട്ടാൻ വേണ്ടി നിന്നും കൊടുക്കത്തില്ല. അത് ഈ നമ്മുടെ ഇതിൽ നിന്ന് മാറി വരുന്നൊരു സാധനമാണ് ഈ അടി കിട്ടലെന്ന് പറയുന്നത്. ലൈഫിൽ കുറേ അനുഭവങ്ങളുണ്ടല്ലേ, അതൊക്കെ രസമല്ലേ. ഈ പ്രോഗ്രാമിൽ കൂടി കിട്ടുന്നതെല്ലാം രസകരമാണ്. ശരിയാ. അതെ. അപ്പോൾ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? ഞാൻ ഓൾറെഡി ഒരു 10-20 വർഷമായി ഫീൽഡിൽ വന്നിട്ട്. ആക്ച്വലി ശരിക്കും ക്യാമറയിലേക്ക് മുന്നിലേക്ക് വന്നിട്ടൊരു 10-15. ഡേഞ്ചറസ് ബോയ്സ് ഒക്കെ ഒരു 10-15. അതിന് മുമ്പേ ഞാനുണ്ട് ദൂരദർശൻ ടൈമിലൊക്കെ, ദൂരദർശനിലൊക്കെ പ്രോഗ്രാമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഡേഞ്ചറസ് ബോയ്സ് ഒരു 15 വർഷം. അപ്പോൾ മിക്കയാണെങ്കിൽ പോലും ജനങ്ങളിലേക്ക് എത്തിച്ചത് ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം ആയിരുന്നു. ഡേഞ്ചറസ് ബോയ്സ് ആയിരുന്നു. ഡേഞ്ചറസ് ബോയ്സ് നല്ലൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ആക്ച്വലി ആ ഡേഞ്ചറസ് ബോയ്സ് എന്ന പ്ലാറ്റ്ഫോം ഉണ്ടായത് കൊണ്ടാണ് ബിഗ് ബോസിന്റെ വിളി വന്നത്. തീർച്ചയായിട്ടും. ഓക്കെ. കാരണം അത് അങ്ങനെ ഒരു ഗട്ട്സ് ഉള്ളൊരു പരിപാടിയായിരുന്നല്ലോ. അതിനുശേഷം ഞാൻ പല പ്രോഗ്രാംസ് മമ്മൂക്കാരുടെ സിനിമ ചെയ്ത് ഓപ്പോസിറ്റ് മെയിൻ വില്ലനായിട്ട് ഫേസ് ടു ഫേസ് എന്ന് പറഞ്ഞിട്ട് ഡാൻസ് ഷോസിൽ വിന്നറായിരുന്നു. പല റിയാലിറ്റി, അതായത് ഡാൻസറാണ്, ആക്ടറാണ്, ഒരു കൊമേഡിയനാണ്. അപ്പോൾ ഇത്തരം തലങ്ങളിലൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആൾക്കാരുടെ മനസ്സിൽ അപ്പോഴും ഡേഞ്ചറസ് ബോയ്സ് ആണ് കിടന്നത്. പിന്നെ ഈ പ്രോഗ്രാം എല്ലാം ചെയ്തെങ്കിലും പിന്നീട് ആൾക്കാരുടെ മനസ്സിൽ വീണ്ടും കയറിയ സാധനം ബിഗ് ബോസ് ആണ്. അപ്പം ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ആ ഡേഞ്ചർ ബോയ്സ് ഒക്കെ ചെയ്യുന്ന സമയത്തെ ആ ഒരു അനുഭവങ്ങളൊക്കെയാണ് ശരിക്കും ബിഗ് ബോസിൽ നിലനിർത്താനുണ്ടായ കാരണം അല്ലേ? ആ സ്പോട്ട് കൗണ്ടറും അത് അല്ല, ഡേഞ്ചറസ് ബോയ്സ് ചെയ്തതുകൊണ്ടല്ല, അത് നമ്മളെങ്ങനെയാണോ അങ്ങനെ വരുന്നത്. അത് ഇനി വേറൊരു അവസരം വരുമ്പോൾ ആ രീതിയിൽ നമ്മൾ പെരുമാറും. നമുക്ക് പ്ലാറ്റ്ഫോം കിട്ടുക എന്നുള്ളതാണ് എൻഡ് ഓഫ് ദി ഡേ. ഒരു നല്ല നമുക്ക് പ്ലാറ്റ്ഫോം, നമ്മളതിൽ വരയ്ക്കാൻ അറിയാം, നമുക്ക് എഴുതാൻ അറിയാം, ഒക്കെ അറിയാം. ഒരു വേദി കിട്ടണം. നമുക്ക് ആ ഒരു ബോർഡ് കിട്ടണം. വരയ്ക്കാൻ അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് കിട്ടുക എന്നുള്ളതാണ്. ഇനിയും വേദികൾ ഒരുപാട് കിട്ടുകയാണെങ്കിൽ നമ്മളതിൽ ഒരുപാട് നമ്മുടെ ശരിക്കും പൂർണ്ണമായിട്ടുള്ള മരുന്ന് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലും നമുക്കുണ്ട്. ചെറിയ കാര്യങ്ങൾ മാത്രമാണ്. ഇനി മെയിൻ സാധനങ്ങളൊക്കെ ഇനിയും കിടക്കുന്നുണ്ട്. അതിന് വേദികൾ കിട്ടിയാലേ നമുക്കത് ഇതാക്കാൻ പറ്റും. വേദികൾ കിട്ടട്ടെ. അതോടൊപ്പം ഇനിയും മുന്നോട്ടുള്ള ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ എന്തൊക്കെയൊക്കെ?
വലിയ വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. കലയുമായി ബന്ധപ്പെട്ട സ്വപ്നമേ ഉള്ളൂ പണ്ട് മുതൽ. ഈ സാധാരണ അന്നൊക്കെ എൻ്റെ സുഹൃത്തുക്കൾ കാറുകൾ സ്വപ്നം കാണുന്നവരുണ്ട്. ഇപ്പോൾ പോലും എനിക്ക് അങ്ങനൊരു ആഗ്രഹങ്ങളേ ഇല്ല, വലിയ കാറിൽ നടക്കണമെന്നോ അല്ലെങ്കിൽ അന്നുമില്ല ഇന്നുമില്ല അങ്ങനത്തെ ആഗ്രഹങ്ങളല്ല. എൻ്റെ ആഗ്രഹങ്ങൾ മൊത്തവും കലയുമായി ബന്ധപ്പെട്ടതാണ്. ഒരു നല്ലൊരു നടനാകണം, അത്രയേ ഉള്ളൂ. കലയുമായി ബന്ധപ്പെട്ട ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. സിനിമയിൽ അല്ലെങ്കിൽ അങ്ങനെ സിനിമയിൽ അറിയപ്പെടുന്ന നടനാവണം, അതായത് നല്ലൊരു ആർട്ടിസ്റ്റ് ആകണം എന്നുള്ളതല്ലാതെ എൻ്റെ ആഗ്രഹങ്ങളിനകത്ത് വലിയൊരു കാറ് മേടിക്കണമെന്നോ ഒരു ബംഗ്ലാവ് ഉണ്ടാക്കി തീർക്കണമെന്നോ ഇതിങ്ങനെയുള്ള ആഗ്രഹങ്ങൾ പണ്ടേ എനിക്കില്ല. കിട്ടുന്ന സമയം മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റിയ സമാധാനത്തേക്കാൾ വലുതായിട്ട് ലോകത്തൊന്നുമില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടോ? ഒരിക്കലുമില്ല. നിങ്ങൾക്ക് എത്ര കോടികൾ നിങ്ങൾ ഉണ്ടാക്കിയാലും മനസ്സമാധാനം ഇല്ലെങ്കിൽ അത് വേറെ ലെവൽ സാധനമാണ്. അതിലെത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പൈസ ജിം ക്യാരി പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. ജിം ക്യാരി പറഞ്ഞത് നിങ്ങളെല്ലാവരും ഒരുപാട് പൈസക്കാരാകണം, നിങ്ങൾ ഒരുപാട് സിനിമകൾ ചെയ്യണം, എന്നെപ്പോലെ തന്നെ വലിയ സെലിബ്രിറ്റി ആകണം, ഇതെല്ലാം നേടിയതിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കുക അതൊന്നുമല്ലെന്നുള്ളത്. അതെ, മനസ്സിലാകാത്തവന്മാർ എഴുതി പിടിപ്പിക്കും. അതെ, ഇതിലോട്ട് ഇറങ്ങി തിരിക്കുമ്പോൾ അറിയാല്ലേ. അതെ, ഈ നമ്മൾ എന്ത് നേടി എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ നേടാൻ വേണ്ടി കിടന്ന് ഓടുന്നതെന്നും ഒന്നും അല്ലെന്നത് നേടിയാൽ മാത്രമേ പറയാൻ പറ്റൂ. അങ്ങനെ നേടിയ ഒരാളാണ് അത് പറഞ്ഞത്. എനിക്ക് പോലും അത് നേടിയാലേ അത് പറയാൻ പറ്റൂ. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് ദുഃഖം വരാത്ത കാര്യം തന്നെ എനിക്ക് വലിയ ആഗ്രഹങ്ങളില്ലാത്തതുകൊണ്ടാണ്. എനിക്ക് ആകെയുള്ള ആഗ്രഹം എന്ന് പറയുന്നത് കലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളിലോട്ട് മാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. അത് കുറച്ച് ഇങ്ങനെ സാധിച്ചു വരുന്നു എന്നുള്ളതല്ലാതെ നമ്മൾ വിചാരിച്ച ഇതിലേക്ക് എത്തിയില്ല. അത് എത്തുമെന്നുള്ളൊരു വിശ്വാസവുമുണ്ട്. അങ്ങനെ എത്താൻ പറ്റാതെ പോയാൽ അടുത്ത ജന്മത്തിൽ വരും. വലിയ പ്രയാസങ്ങൾ നമ്മൾ ആഗ്രഹിച്ചെടുത്ത് എത്താനില്ലെങ്കിലും അവിടെ നിലനിൽക്കാൻ പാടല്ലേ? തീർച്ചയായും. ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന ഫീൽഡ് പോലും നിലനിൽപ്പ് വലിയ പാടാണ്. കാരണം ഓരോ ദിവസം പുതിയ ആളുകൾ വരുവാണ്. അപ്പോൾ അവിടെ പോലും നമുക്ക് ഇതുകൊണ്ട് എനിക്ക് അരിവേടിക്കാൻ പറ്റുന്നുണ്ടല്ലോ. കാരണം ഇതിൽ ഞാൻ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് അവതാരകനായിട്ട് പോകുന്നുണ്ട്, ഫാഷൻ ഷോയിൽ പോകുന്നുണ്ട്, പിന്നെ ഡാൻസറായിട്ട് എനിക്ക് ഷോ ഉണ്ട്, ഇവന്റ് മാനേജ്മെന്റ്. കാരണം പല മേഖലകൾ നമ്മൾ ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. ഒന്നല്ല ഒന്നിന് മാത്രം നിന്നപ്പോൾ ഞാൻ അഭിനയിക്കത്തേ ഉള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഊപ്പാട് വരും. അപ്പോൾ പല കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് അറിയാവും. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകും. അപ്പോൾ എന്നും ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി തിരക്കില്ല. തീർച്ചയായിട്ടും തിരക്കുകൾ നമ്മളെ മൈൻഡിനെ ഓക്കെ ആക്കുമെന്ന് പറയുന്നത് വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ മൈൻഡിനെ നമ്മൾ തന്നെ വിചാരിച്ചാലേ ഓക്കെ ആവുള്ളൂ. അത് തിരക്കുകളോ അതുമായിട്ടൊന്നും ഒരു പരിധിവരെ ബന്ധങ്ങളില്ല. നമ്മൾ തന്നെ അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തണം. ഓരോ വ്യക്തികൾക്കും ഓരോ രീതികളിലായിരിക്കും. ചിലർക്ക് തിരക്കുകളെ കൂട്ടിയിട്ടായിരിക്കും അതിൽ നിന്ന് ഓവർക്ക് ചെയ്യാൻ പറ്റുന്നത്. ചിലർക്ക് ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന അങ്ങനെയുണ്ട്. ചിലരുടെ അടുത്ത് അങ്ങനെയുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് അവന് ദുഃഖങ്ങൾ വരുമ്പോൾ ഒരുപാട് ഭക്ഷണം കഴിക്കുക, അപ്പോൾ അവന് പലർക്കും ഞാൻ പറഞ്ഞത് പല രീതിയിലാണ് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുന്നത്. പക്ഷേ മെജോറിറ്റി പീപ്പിൾസിന് ഈ പറഞ്ഞ പോലെ തിരക്കായിരിക്കുമ്പോഴാണ് അവർക്ക്, കാരണം അന്നേരം അതിൻ്റെ മാത്രം ചിന്തകളായിരിക്കും തിരക്കിന്, മറ്റേ ചിന്തകൾ കുറയും. കഴിവതും നമുക്ക് ആ സാഹചര്യങ്ങളും, അതായത് ഇപ്പം ഞാൻ സജിനയുമായിട്ടുള്ള കാര്യം ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്, അപ്പം ആ സമയത്ത് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന പാട്ടുകൾ പോലും ഞാൻ കേൾക്കാറില്ല. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പം ആ ഓർമ്മകളിൽ നിന്ന് മാറാൻ വേണ്ടി ഇപ്പം ഞങ്ങൾ കൊല്ലത്ത് ഒന്നിച്ചായിരുന്നു. ആ വെച്ച വീട്ടിൽ പോലും ഞങ്ങൾ ഒന്നിച്ച് അങ്ങോട്ട് ഞാൻ പിന്നെ പോയിട്ടില്ല. പിന്നെ കൊല്ലത്ത് നിന്ന് ഞാൻ മാറി എറണാകുളത്തോട്ട് വരാനുള്ള മെയിൻ റീസൺ ഒന്നതാണ്. കാരണം ആ സാഹചര്യങ്ങളെ കഴിവതും ഒഴിവാക്കി അതിൽ നിന്ന് ഹീൽ ചെയ്യപ്പെടുകയാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. പക്ഷെ അത് ഗ്രാജുവലി മറന്നു പോകുമ്പോൾ പിന്നെ ഇതൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും അഡ്ജസ്റ്റഡ് ആവും. അപ്പോൾ ഇത്ര ആളുകളെ ഓരോ ദിവസമായിട്ട് കാണുന്നുണ്ട്, പല സ്വഭാവക്കാരെ കാണുന്നുണ്ട്, ഇത്ര ലൈഫ് എക്സ്പീരിയൻസും ഉണ്ട്. ശരിക്കും ലൈഫിൽ പഠിച്ച ഒരു വലിയൊരു പാഠം എത്തുമോ ഫിറോസിക്ക? ലൈഫിൽ നമ്മൾ ഡെയിലി പാഠം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പാഠങ്ങൾ പഠിച്ചിട്ട് പിന്നെ അതിൽ തെറ്റാണെങ്കിൽ അത് ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു പാഠമായിട്ട് ഒരാൾക്കും പഠിക്കാൻ പറ്റില്ല ലൈഫിൽ. ഒരു മനുഷ്യനും ഒരു പാഠമായിട്ട് ലൈഫിൽ പഠിക്കാൻ പറ്റില്ല. കാരണം ഓരോ പാഠങ്ങളാണ് ഓരോ ദിവസവും നമുക്ക്. ഇന്നത്തെ ഈ എക്സ്പീരിയൻസ് ആയിരിക്കത്തില്ല നാളത്തെ എക്സ്പീരിയൻസ്. അതിൽ നിന്ന് നമ്മൾ നല്ലതിനെ ഉൾക്കൊള്ളുക, എന്നിട്ട് മുന്നോട്ട് പോവുക. എപ്പോഴും നമ്മൾ ഒരു കാര്യം തന്നെ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ ഇന്നത്തെ അനുഭവം പഠിച്ചാൽ മനസ്സിലാക്കിക്കോണം. അതാണ് ഒരനുഭവം ഒരു കാര്യത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കോണം. അതിൽ നിന്ന് നല്ലതും ചീത്തയും വേർതിരിച്ചെടുത്തിട്ട് ആ നല്ലതിനെ ഉൾക്കൊണ്ട് അടുത്ത ദിവസം അതേ പാഠം തന്നെ വീണ്ടും പഠിക്കാൻ നിൽക്കരുത്. അടുത്ത ദിവസം വേറെ പഠിക്കാനുള്ള അടുത്ത പാഠമുണ്ട്, ഉറപ്പായിട്ടും. നമ്മുടെ എല്ലാ ലൈഫിലും അങ്ങനെയാണ്. നമ്മൾ മനസ്സിലാക്കാത്തതാണ്. കണ്ണ് തുറന്ന് നോക്കിയാൽ മനസ്സിലാവും നമുക്ക് ഓരോ ദിവസം ഓരോ പാഠങ്ങളാണ്, ഓരോ അനുഭവങ്ങളാണ്, ഓരോരോ നമുക്ക് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ. അതാണല്ലോ സൃഷ്ടാവെന്ന് പറയുന്ന വിചിത്രമായ പാഠങ്ങളാണ് നമുക്ക് വരുന്നത്. ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല
നമ്മളിനി ഏതൊരു സിനിമയെക്കുറിച്ച് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഏതൊരു സിനിമ വന്നാലും ഇനി എത്ര മനുഷ്യൻ ഉണ്ടാക്കുന്ന ആ സ്ക്രിപ്റ്റ് ഇങ്ങനെയൊക്കെ ആകാമെന്ന് നമ്മൾ ഊഹിച്ചെടുക്കാം. പക്ഷേ ദൈവം തരുന്ന ഒരു സ്ക്രിപ്റ്റ് നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. അതിനപ്പുറമാണ്, നമ്മൾ ചിന്തിക്കുന്ന അപ്പുറമാണ് ഓരോ ദിവസവും നമ്മളെ പാഠങ്ങളും. ആ സ്ക്രിപ്റ്റ് ചെറിയ സ്ക്രിപ്റ്റ് അല്ല, ഏറ്റവും വലിയ സ്ക്രിപ്റ്റ് റൈറ്ററാണ് സൃഷ്ടാവ്. അടിപൊളി കേട്ടോ. നിലവിലിക്ക സജിന ഫിറോസ് ഡിവോഴ്സ് ആയോ? ആക്ച്വലി അതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ശരിക്കും മ്യൂച്വൽ ആയതുകൊണ്ട് അതൊരു 2 വീക്സ് കൊണ്ട് നടക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഞങ്ങൾ രണ്ടും ഫ്രീ ആവുന്ന ഒരു ടൈമിൽ ഒന്നിച്ച് പോയിട്ട് അവിടെ അഡ്വക്കേറ്റിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പ്രോസസ്സ് ചെയ്ത് 2 വീക്സ് കൊണ്ട് ഇപ്പോൾ പഴയ പോലെയല്ല, നിയമങ്ങൾ മാറിയിട്ടുണ്ട്. പണ്ട് വർഷങ്ങളോട് നടക്കുമ്പോൾ മ്യൂച്വൽ ആയതുകൊണ്ട് തന്നെ 2 വീക്സ് മതി ഇതിൻ്റെ ഫൈനൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും ഓരോ ആൾക്കാർ ഓരോന്ന് പറയുന്നുണ്ട്, അവരോടൊക്കെ ഈ സമയത്ത് ക്യാമറയെ മുന്നിൽ നോക്കി എന്തോ പറയാനുള്ളത്? നമ്മൾ നിങ്ങൾക്ക് ഇതിൽ പ്രധാനമായിട്ട് ഈ പറഞ്ഞതുപോലെ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യിപ്പിക്കുന്നവരടുത്താണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഒരാൾക്കും ഒരാളുടെ ജീവിതം എന്താണെന്ന് അവർ പറയാതെ ഊഹിച്ചെടുക്കാൻ പറ്റില്ല. കാരണം ഓരോ വ്യക്തികളുടെ ജീവിതവും ഓരോ അനുഭവങ്ങളാണ്. ഓരോ വ്യക്തികൾ നമ്മൾ ഈ പൊതുവേ എല്ലാവരും ഒരു 3-4 കാര്യങ്ങളാണ് ജീവിതം ഒരാൾ ഡിവോഴ്സ് ആവാൻ കാര്യം എന്നുള്ളത് അങ്ങ് വെച്ചിരിക്കുകയാണ്. അതായത് ഒന്നി അവർക്ക് സാമ്പത്തികമായുള്ള കുഴപ്പം, ഇല്ലെങ്കിൽ എന്നും ഇടി, അല്ലെങ്കിൽ സ്നേഹക്കുറവ്, അല്ലെങ്കിൽ സെക്ഷുവലി അവരിതല്ല, ഇങ്ങനൊരു 3-4 ബേസിക് കാര്യങ്ങളാണ് വെച്ചിരിക്കുക. അതൊന്നുമല്ല, ഓരോ ലൈഫിൽ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഡിവോഴ്സ് ആവാനുള്ള. കഴിവ് നമ്മൾ മറ്റൊരാളുടെ ജീവിതത്തിലെ കാര്യങ്ങൾ വെറുതെ ഊഹിച്ചു കൂട്ടിയൊരു കഥ ഉണ്ടാക്കിയെടുക്കാതിരിക്കുക. വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു കമൻറ്റ് എഴുതിയാൽ പോലും എഴുതുക. കമൻറ്റ് എഴുതുന്നവരെന്നും എഴുതും, നെഗറ്റീവ് കമൻറ്റ് എഴുതുന്നവരെന്നും എഴുതും. എന്നാലും ഞാൻ പറയാനുള്ള പറയുകയാണ്. ഇപ്പോൾ സജിന എന്ന് പറഞ്ഞ ആൾ 10 വർഷത്തോളം എൻ്റെ കൂടെ ഉള്ള ആളായിരുന്നു. ആ ബഹുമാനം ഞങ്ങൾ പരസ്പരം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലില്ലാത്ത എന്ത് വിഷമകഥയാണ് നിങ്ങൾക്കുള്ളതെന്ന് എനിക്ക് മനസ്സിലാകും. നിങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവരെയും അല്ല പറഞ്ഞത്, കുറേ പേരെ നെഗറ്റീവ് കമൻറ്റ് സ്പ്രെഡ് ചെയ്യുന്നവരെയും നെഗറ്റീവായിട്ട് വിളിച്ച് പറയുന്നവരെ കുറിച്ച് മാത്രമാണ്, അവർക്ക് വേണ്ടി മാത്രമാണ് ഈ പറയുന്നത്. എല്ലാവരും ഇത് പറഞ്ഞപ്പം തന്നെ എനിക്കും പ്രിയ പ്രേക്ഷകരോടും പറയാനുള്ളത്, ഞാൻ സജിനെ ഇൻ്റർവ്യൂ ചെയ്ത സമയത്തും ഇപ്പം ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്തും അടിയിൽ വരുന്ന ഒരു മെയിൻ കമൻ്റാണ് ഇവരുടെ ഡിവോഴ്സ് എന്ന് പറയുന്ന ഡ്രാമയാണ്. കണ്ടു കാണുമായിരിക്കും ഒരു പക്ഷേ. ഞാൻ അത് കണ്ടില്ലെങ്കിലും അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടാവുമല്ലോ. കാരണം ആൾക്കാർ എന്തും നെഗറ്റീവായിട്ട് എടുക്കുന്നവർ നെഗറ്റീവായിട്ടേ എടുക്കത്തുള്ളൂ. ആ ഡ്രാമയുടെ അവരുടെ അടുത്ത് പറയാനുള്ള ആ ഡ്രാമയുടെ തിരശീല വീണു എന്നുള്ളതാണ്. മനസ്സിലായി? നിങ്ങൾ പറഞ്ഞ ഡ്രാമയെങ്കിൽ ഡ്രാമ, പക്ഷേ അതിൻ്റെ തിരശീല അവിടെ വീണു എന്നുള്ളതാണ്. മനസ്സിലായി? ആ തിരശീല ഇനി പൊങ്ങില്ല, ഇനി അടുത്ത പുതിയ ഡ്രാമയായിരിക്കും. മനസ്സിലായി? രണ്ടുപേരുടെയും ലൈഫിൽ അങ്ങനെ ആ ഉത്തരവുള്ള അവർക്ക് കൊടുക്കാനുള്ളത്. പറയാൻ ഭയങ്കര എളുപ്പമല്ലേ? അതെ. അല്ല, നമുക്ക് ആ ഉത്തരങ്ങളൊക്കെ ഉള്ള അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മനസ്സിലാക്കേണ്ടത് എതിർഭാഗത്ത് നിൽക്കുന്നത് ഒരു സ്ത്രീയാണ്. അപ്പോൾ അവർക്ക് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു മാനസിക പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വളരെ ഹെൽത്തി ആയിട്ട് എടുത്തൊരു തീരുമാനമാണ്. ഞങ്ങൾ സൗഹൃദമായിട്ട് പോകുന്നുണ്ട്, സന്തോഷമായിട്ട് പോകുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ നിങ്ങൾ വന്നിട്ട് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് തെറി വിളിക്കുകയോ കമൻറ്റ് ചെയ്യുകയോ ചെയ്തോ, എനിക്കത് വിഷയമല്ല. പക്ഷേ ഒരു സജിനയുടെ ഇതിൻ്റെ അതിൽ വന്നിട്ട് അവരെ മോശമായി സംസാരിക്കുകയോ അതൊക്കെ വളരെ ചീപ്പാണ്. എത്രയ്ക്കാലും അവരൊരു സ്ത്രീയാണ്, എൻ്റെ കുഞ്ഞിൻ്റെ ഉമ്മയാണ്. അത് അവരുടെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് അവരെ തെറി വിളിക്കാൻ, അവരിട്ടുന്ന വസ്ത്രം അങ്ങനെയാണ്. വസ്ത്രമൊക്കെ അവരുടെ സ്വാതന്ത്ര്യങ്ങളാണ്. ഈ അടുത്തിടയ്ക്ക് ഞാൻ കണ്ടതുകൊണ്ട് അത് പറയും. ഒരു ഉദ്ഘാടനത്തിനല്ലേ? ഒരു ഉദ്ഘാടനത്തിന് വസ്ത്രം ഇട്ടത് അവരുടെ സ്വാതന്ത്ര്യമാണ്. മനസ്സിലായി? അല്ല, അപ്പോൾ സജിനെ ആ വീഡിയോയിൽ തന്നെ ചോദിക്കുന്ന ഒരു ഉത്തരം പറയുന്നതാണ്, ഫിറോസിക്ക് ഉള്ള സമയത്ത് ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നുണ്ട്, ഫിറോസിക്ക് സപ്പോർട്ടാണ്. അല്ല, അത് ഇട്ടോ ഇല്ലയോ എന്നുള്ളതല്ല. അതെ, ആൾക്ക് കംഫർട്ട് ആയതുകൊണ്ട് ഞാനുള്ളപ്പോൾ ഇട്ടോ ഇല്ലയോ എന്നുള്ളതല്ല. അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ആൾക്ക് ഇഷ്ടം, ആൾക്ക് എന്തായാലും പൊടിക്കുട്ടിയൊന്നുമില്ല. ഒരു സ്ത്രീക്ക് എത്ര പക്വത ഇല്ലെന്നുള്ള ഒരു സ്ത്രീക്ക് അവരവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ചും അവരുടെ ശരീരത്തെക്കുറിച്ചും പൂർണ്ണമായി ബോധ്യം ഉണ്ടാവും. അതൊരു കൊച്ചു കുട്ടിയായിരിക്കെ തന്നെ അവർക്ക് ഗുഡ് ടച്ചും അറിയാവുന്നതാണ്. അതുകൊണ്ട് അത്തരം ഏരിയകൾ അത് അവരവരുടെ സ്വാതന്ത്ര്യമാണ്. അതൊക്കെ എന്തിനാണ് നമ്മൾ ചുമ്മാതെ ഒരാളെ ഹേർട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും ചെന്ന് കമൻറ്റുകൾ പറയാതിരിക്കുക. അത് സജിന എന്നല്ല, ഒരു സ്ത്രീയുടെയും ഇങ്ങനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ പറയാതിരിക്കുക. അതാണ് കൂടുതൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും വലിയൊരു കാര്യം അതാണ്. പിന്നെ പറഞ്ഞതുപോലെ ഞങ്ങൾ രണ്ടുപേരും കലയിൽ നിൽക്കുന്നവരാണ്. നിങ്ങൾ തീർച്ചയായും ഞങ്ങൾ പിരിഞ്ഞെങ്കിൽ പോലും രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യുക. മനസ്സിലായി? രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ. കാരണം ഒരുപാട് സപ്പോർട്ട്, ഇവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ തീർച്ചയായും നമുക്ക് എന്തെങ്കിലുമൊക്കെ ആകാൻ സാധിച്ചത്. തുടർന്നും ആ സപ്പോർട്ട് ഉണ്ടാവും. ഞങ്ങൾ പിരിഞ്ഞതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സപ്പോർട്ടില്ലായ്മ ഉണ്ടാവരുത്. സപ്പോർട്ട് ചെയ്യണം തീർച്ചയായും. എന്നാലേ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ സുഖമായിട്ട് പോകാൻ പറ്റും. ഇത് കാണുമ്പോഴേ ഇവരുടെ നമ്മൾ തമ്മിൽ എന്തോ ശത്രുക്കളാണ്.
അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അതുകൂടെ അങ്ങ് പറഞ്ഞു. നമ്മൾ തമ്മിൽ ഒരുപാട് ശത്രുതയുണ്ട്. എനിക്ക് പിന്നെ കൊല്ലണം എനിക്ക് പറ്റുവെച്ച് വിഷം വെച്ച് കൊല്ലണം. അപ്പം അങ്ങനെയൊന്നുമില്ല. ഞാൻ ആക്ച്വലി അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അങ്ങനെ അന്നത്തെ കാര്യം, ഞാൻ ആരുടെ അടുത്തും ശത്രുത വെക്കാത്ത ഒരാളാണ്. അതിൻ്റെ ആവശ്യം എന്താണ്? ഈ ശത്രുത വെക്കുമ്പം അയാളെക്കാളും ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് പീഡനം അനുഭവിക്കുന്നത് നമ്മളായിരിക്കും അയാളുടെ അടുത്ത്. കാരണം അയാൾ ഇത് അറിയുന്ന പോലും ഉണ്ടാകത്തില്ല ചിലപ്പോൾ. നമ്മൾ ഇയാളെ ശത്രുത എന്ന് പറഞ്ഞെടുത്ത് നമ്മൾ നെഗറ്റീവ് എനർജി പിടിച്ചു വെച്ച് നമ്മുടെ ഗ്ലാമർ ഇല്ലാതാവണം, നമ്മുടെ നല്ല സമയങ്ങളില്ല, അതൊന്നും നമ്മുടെ നിഘണ്ടുവിലേ ഇല്ല അങ്ങനെ ശത്രുതാ സാധനം എന്ന് പറഞ്ഞ്. അജിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ പലരും വിചാരിക്കുന്ന അജിൻ ആദ്യമായിട്ട് സജനയുടെ ഇൻ്റർവ്യൂ എടുത്ത് പിന്നെ വേറൊരു പയ്യനെ കൊണ്ടുവന്ന് അവൻ്റെ പേര് പറഞ്ഞ് അത് അവൻ്റെ പാർട്ട് ഓഫ് ദി ഗെയിമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അവൻ്റെ ശത്രുത എന്നല്ല. അവൻ്റെ കാര്യങ്ങൾ ഞാൻ അവൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുകയും ഞാൻ വിളിച്ച് ചോദിക്കുകയും ചോദിച്ചു. ഞാൻ വിളിച്ച് ഇന്റർവ്യൂ കഴിഞ്ഞു അന്ന് വൈകിട്ട് ഞാൻ വിളിച്ച് ചോദിച്ചു. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേറൊരാളടുത്ത് പറയുന്ന ഒരാളല്ല. ഞാൻ ആ വ്യക്തിയെടുത്ത് തന്നെ വിളിച്ച് ചോദിച്ചു. ഞാൻ അന്നത്തെ ഇൻ്റർവ്യൂ കണ്ടതിന് ശേഷം ഞാൻ വിളിച്ച് ചോദിച്ചു, ഈ ആവശ്യമില്ലാത്ത പേര് എന്തിനാടാ നീ ഇതിനകത്ത് കൊണ്ടുവന്നു ചോദിച്ചു. ഇവൻ്റെ അടുത്ത് വിളിച്ച് ഞാൻ ചോദിക്കുകയും ചെയ്തു. പക്ഷേ അതോടെ കഴിഞ്ഞു. ഞാൻ അവരോട് വിളിച്ച് ചോദിക്കുകയും ചെയ്തു, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ അതോടെ കഴിഞ്ഞു. പിന്നെ ഞാൻ ശത്രു വിളിച്ചാൽ പിന്നെ അവൻ ഈ പ്രോഗ്രാമിൽ വിളിച്ചാൽ അങ്ങനെയാണെങ്കിൽ വരില്ലല്ലോ. അതെ. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ശത്രുതയില്ല. അത് പാർട്ട് ഓഫ് ദി ഗെയിം. ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയൊന്നും മനഃപൂർവ്വം ചിലർ ചെയ്യുന്നേ ആയിരിക്കത്തില്ല. അതൊക്കെ പറ്റുന്നതാണ്. പക്ഷേ നമുക്കത് ചിലത് മുഖത്ത് നോക്കി പറഞ്ഞ് സംസാരിക്കുമ്പോൾ കഴിയാവുന്ന കാര്യങ്ങളുണ്ട്. അതാണ് ഏറ്റവും നല്ലത്. അതെ, ഈ നമ്മൾ ഈ മനസ്സിൽ വെച്ച് എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകും അതാണ്. പക്ഷേ ഇന്ന് എനിക്ക് ഇക്കയുടെ ഈ ഒരു ഹെയർ സ്റ്റൈൽ കണ്ടപ്പം എനിക്ക് തോന്നുന്നതേ ഇതൊരു പുതിയ തുടക്കമാണോ ഇക്ക? അല്ല, ഇത് അങ്ങനെ പറയലാണോ? ഒന്നും പുതിയ തുടക്കങ്ങൾ. നമ്മൾ ജനിക്കുന്നിടം മുതലെല്ലാം പുതിയ തുടക്കങ്ങളാണ്. നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നതുവരെയുള്ള ഓരോ ദിവസവും പുതിയ തുടക്കമായിട്ട് കാണുകയാണ് ഞാൻ. എല്ലാം പുതിയ തുടക്കങ്ങൾ തന്നെയാണ്. ഹെയർ സ്റ്റൈലിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെയും ഹെയർ സ്റ്റൈൽ എന്തെല്ലാം വെറൈറ്റികൾ നമ്മൾ ഹെയറിൽ ചെയ്യും. ഈ വെറൈറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് തിരിയോ, സൈഡ് ഒരു ലൈന് കട്ടിങ്, ഇവിടെ ഒരു കുരിശ് പോലെ സാധനം, ബാക്കിൽ അണ്ടർ കളറുണ്ട്. അതൊന്ന് കാണിച്ച്. അതിപ്പോൾ എങ്ങനെ ഞാൻ കാണിക്കും? കണ്ടോ? കാണാം. ഇത് കാണാം. അതോ ചുമ്മാ രസം. എനിക്കിതൊക്കെ ഈ ഇന്ത്യയിലൊരു കഥയുണ്ടോ? ഇന്ത്യയിലൊരു കഥയുണ്ട്. അതോ തെന്നിപ്പോയപ്പോ ഇന്ത്യയിലൊരു കഥയാണ്. കണ്ടതുണ്ടോ? ഒരു കുരിശിന്റെ സാധനമല്ലേ? ഇതേ കുരിശാണൊക്കെ മേളൊരു കുരിശിട്ടതാണ്. കുരിശ എല്ലാം കുരിശല്ലേ ഇവിടെ ഇല്ല. ചുമ്മാ ഒന്നും നമ്മുടെ ഓരോ ഇഷ്ടങ്ങൾ അത്രയേ ഉള്ളൂ. ഇപ്പം പുതിയ പ്രൊജക്റ്റുകൾ ഇനി എന്തൊക്കെയാണ്? പുതിയത് ഒന്ന് ഒമർ ലുലുവിൻ്റെ ഒരു സിനിമ, ബാഡ് ബോയ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട്, അതിൽ റോക്കി ബായ് എന്ന് പറഞ്ഞിട്ട് നല്ല ക്യാരക്ടർ വെച്ചിട്ടുണ്ട് ഒന്ന്. പിന്നെ നമ്മുടെ തന്നെ സുഹൃത്ത് ഒരു അംജിത്ത് എന്ന് പറഞ്ഞ കക്ഷിയുടെ ഒരു പടം, അതും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഈ സിനിമ 2-3 പ്രോജക്റ്റുകളുണ്ട്. ഇതെല്ലാം സിനിമയാണ്. എപ്പോഴും ഞാൻ പറയുന്നത് നേരത്തുള്ള അനുഭവങ്ങളൊക്കെ കൂടെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. സിനിമകളാണ് ഇതൊക്കെ. നമുക്ക് പറഞ്ഞു വെച്ചെങ്കിലും ആ പ്രോജക്റ്റ് നടന്ന് അതിൽ അഭിനയിച്ചിട്ടും പറഞ്ഞിട്ട് കാര്യമില്ല. ഇറങ്ങിയതിന് ശേഷം, കാരണം അഭിനയിച്ച് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്ത് പോകേണ്ട എത്രയോ സംഭവമുണ്ട്. ഇറങ്ങിയതിന് ശേഷം നമുക്കത് പറയാൻ പറ്റും. പക്ഷേ നീ ചോദിച്ചതുകൊണ്ട് ഇങ്ങനെ 2-3 പ്രോജക്റ്റുകൾ. പിന്നെ എൻ്റെ സുഹൃത്ത് നൈറ്റ് ലൈഫ് എന്നൊരു സിനിമ എടുക്കുന്നുണ്ട് ഇപ്പോൾ, ഷാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് സിനിമകളുടെ ഭാഗവുമായിട്ട് നമ്മൾ നിൽപ്പുണ്ട്. പിന്നെ ഇടയ്ക്ക് കുറച്ച് അല്ലാതുള്ള ഡാൻസ് ഷോസ് ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ പ്രോജക്റ്റ്, നല്ല പ്രോജക്ട്സുകളാണ്. അപ്പോൾ ഇക്ക ഇനി മുന്നോട്ടുള്ള ജീവിതത്തിലും ഇക്ക ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ എത്തപ്പെടട്ടെ. ഈ ഒരു പുഞ്ചിരി സന്തോഷമായിട്ട് നിറഞ്ഞു നിൽക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു സോ മച്ച്.